ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. ഇത് കാണാനും നല്ല ലുക്കുണ്ട്, അതുപോലെ കിടിലൻ ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സ് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ബേ ലീഫും പിന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ വരുന്ന സിനമൺ, പിന്നെ ഒരു 2 ഗ്രാമ്പു, ഒറ്റൊരു പീസ് ഏലക്ക, ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യുന്നവരെയാണ് നമ്മളിതിനെ വഴറ്റേണ്ടത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ കാഷ്നട്ട് ചേർക്കുന്നത് കൊണ്ട് ആ ഒരു ഗ്രേവിക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും എന്നാൽ ഒത്തിരി അങ്ങോട്ട് തിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസുള്ള സവാള ജസ്റ്റ് ഒന്നിങ്ങനെ സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഒത്തിരി തിന്നായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റഫായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ സവാളേനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട, പക്ഷേ ആ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 4 or 5 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലികളായതുകൊണ്ടാണ് ഇത്ര ചേർക്കുന്നത്. ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ അധികം ഒരു 10 അല്ലി വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയാൽ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെയാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയൊരു 1 ഇഞ്ചിൽ താഴെ വലിപ്പമുള്ളത് ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ നമ്മുടെ കാഷ്നട്ടൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 മുതൽ 4 വരെ വറ്റൽമുളക് ചേർക്കാം. പിന്നെ ഒരു 2 തക്കാളി, നമ്മൾ എത്രയാണോ അണിയൻ ചേർക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് ഡൈസ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം കറിക്ക് ആവശ്യമുള്ള മുഴുവൻ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കുറച്ച് മാത്രം ചേർത്ത് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ അണിയൻ്റെ ഒക്കെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ. ഇനി നമ്മളിതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ സിമ്മർ ചെയ്യുക. ഇതിനിടയിൽ 1-2 തവണ നമുക്ക് ഓപ്പൺ ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ എല്ലാ തക്കാളിയുടെയും തൊലിയും പിന്നെ സിനമണും അതുപോലെ ബേ ലീഫും നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. ഏലക്കായും ഗ്രാമ്പും ഞാൻ മാറ്റിയിട്ടില്ല, അത് ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം മുഴുവനായിട്ട് ചൂട് മാറാം. അതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ തക്കാളിയുടെ തൊലി മാറ്റിയത് കൊണ്ട് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതിന് ശേഷം അരിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. ഇനി ഞാനിവിടെ കുറച്ച് പനീർ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 200 ഗ്രാം പനീറിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നോർമലി പനീർ ബട്ടർ മസാലയ്ക്ക് നമ്മൾ പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നതില്ല, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അത് കൂടുതൽ സമയം ചെയ്യരുത്, അപ്പോൾ ആ പനീർ ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ടേൺ ചെയ്തിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. മുഴുവനായിട്ട് നമ്മൾ പനീർ ടിക്കൊന്നും ചെയ്യുന്നത് പോലെ അത്ര ഒരു ഗോൾഡൻ ക്രസ്റ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട, പക്ഷേ ചെറുതായിട്ടൊന്നും മുരിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ടേ ഇരിക്കുക, ഒരു സൈഡിൽ തന്നെ ഒരുപാട് സമയം വെക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കാണാം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാൻ എൻ്റെ പനീറൊക്കെ ഫ്രൈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുഴുവനും പനീർ മാറ്റിയതിന് ശേഷം നമ്മുടെ പാനിൽ താഴോട്ടി പിടിച്ചിട്ടുള്ള മുളക് പൊടിയുടെ ഭാഗമൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ മുളക് പൊടി കരിഞ്ഞു പോകാനും നമ്മുടെ കറിയിൽ ആ ഒരു മോശം ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ബ്രൗൺ കളറുള്ള പോർഷൻ മുഴുവനായിട്ടും മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ പാനിനൊന്ന് കഴുകിയെടുത്ത് പുതിയ ഓയിൽ ചെയ്തെടുത്താലും മതിയാവും. പക്ഷേ ആ ഒരു പനീർ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ വീണ്ടും 1 ടീസ്പൂണോളം ഓയിലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടറിൻ്റെ കൂടെ എപ്പോഴും കുറച്ച് ഓയിലും കൂടെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് ക്രീമി ആയിട്ട് വേണം എന്ന് തന്നെയാണെങ്കിൽ അതിന് പകരം ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി. ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ആ ഒരു ചില്ലിയുടെ പൗഡറിൻ്റെ കളറായിരിക്കും നമ്മുടെ കറിക്ക് വരിക. പൗഡർ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അണിയൻ്റെയും ടൊമാറ്റോൻ്റെയും ഒക്കെ ഉള്ള പേസ്റ്റ് നമുക്കിതിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനുശേഷം ഞാൻ മിക്സിയുടെ ജാർ ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം ചേർത്താൽ മതി, ഒരുപാട് ഈ ഒരു സ്റ്റേജിൽ ചേർക്കേണ്ട, നമ്മൾ അവസാനം ചേർക്കുന്നുണ്ട് വെള്ളം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ
ഫ്ലെയിമിൽ ഓയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു മസാലയും ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മളിതിനെ ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് സിമ്മർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ലോ ഫ്ലെയിമിൽ. അല്ലെങ്കിൽ ആ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് വരെ നമ്മൾ അടച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ഇങ്ങനെ ബബിൾസ് ആയിട്ട് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഏകദേശം 1-2 തവണ നമ്മളിത് എടുക്കുകയും മിക്സ് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ താഴെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ല ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ തന്നെ ഒന്ന് എൻഹാൻസ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. അഥവാ നമ്മൾ യൂസ് ചെയ്യുന്ന മുളക് പൊടിയുടെ കളർ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേഗത്തിൽ തിളച്ച് കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മസാലകൾ ചേർക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മളിതിൽ മസാലയിൽ കിടന്ന് വരുന്നത് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പനീർ കിട്ടും. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒരു ക്വിക്കായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ നല്ല സിൽക്കി സ്മൂത്തായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ആ ഒരു ഗ്രേവി. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ക്രീം ചേർക്കാം. 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ക്രീമി ആയിട്ട് ആവശ്യമുണ്ടോ അത്രയും ചേർക്കാം. ഞാനിവിടെ ഒത്തിരി ക്രീമി ആയിട്ട് ചെയ്യുന്നില്ല, 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ മധുരവും ക്രീമിനെസ്സും ഉള്ള ആ ഒരു സ്റ്റൈലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് എത്ര മാത്രം ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് വീണ്ടും കുറുകി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വീണ്ടും ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനിടയിൽ 1-2 തവണ ഒന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം അതിനിടയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പും അതുപോലെ ഗരം മസാലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ തക്കാളിയും സവാളയും ഒക്കെ വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേഗം തന്നെ സെർവ് ചെയ്യാം. അതിനായിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതിന് മുകളിൽ ഫ്രഷ് ക്രീമും അല്ലെങ്കിൽ ബട്ടറോ മല്ലിയിലയോ ഒക്കെ വെച്ച് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി പനീർ ബട്ടർ മസാല റെഡിയായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.